വോട്ടിംഗ് ഇസ് 100% ഫെയർ. ഇല്ല, അൺഫെയർ ആണ് വോട്ടിംഗ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ വോട്ടുള്ള ഒരാൾ അയാൾ എന്ന് ഔട്ട് ആക്കണ്ട. അപ്പൊ തന്നെ മോഹൻലാൽ സാറിനെ കൊണ്ട് പറയിപ്പിക്കും ഇന്ന് എലിമിനേഷൻ ഇല്ല. എല്ലാ ദിവസം തോന്നുമെങ്കിൽ പാല പച്ചമടൽ അടിയിട്ടാന്റെ കുറവാണ്. ആ പച്ചമടൽ അടിയിട്ടണം. അന്ന് ആദ്യം എവിടെ തുടങ്ങും? ഈ പ്രണയം ഡിവൈൻ ആണ്, അറിയാം. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഭൂതിയാണ്. കണ്ട ഉടനെ പ്രണയം. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 മുല്ലപ്പൂവിന് വേണ്ടിയുള്ള സീസൺ, മുല്ലപ്പൂവിന് ട്രോഫി കൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു സീസൺ എന്നാണ് നിലവിൽ ഇപ്പോൾ ഉള്ള റിപ്പോർട്ട്. സഹൃദരെ എല്ലാവരും അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് അടിക്കൂ, സബ്സ്ക്രൈബ് അടിക്കൂ, വീഡിയോ കാണൂ. അങ്ങനെ പാഴാവാൻ ചാൻസ് ഇല്ല ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സിബിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റം ഇൻ്റർവ്യൂവിൽ സിബിൻ 1, 2, 3 കാര്യം പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ കാര്യം ഇവിടെ ഒന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ഞാൻ കേട്ട് കിളി പറഞ്ഞിരിക്കുക. കിളി പറക്കാനൊന്നുമില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ. പിന്നെ സിബിൻ്റെ വാഗൊണ്ടൊന്നുകൂടി കേട്ടു. മുല്ലപ്പൂവിന് വേണ്ടിയിട്ടുള്ളൊരു സീസൺ, ചില ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രിവിലേജ്. നമുക്ക് കേട്ടോക്കാം. ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല. പ്രിവിലേജസ് ആണ് ഭയങ്കരമായിട്ട് ഒരു കണ്ടസ്റ്റന്റ് മാത്രം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരാൾ പ്രിവിലേജസ്? അത് നമ്മൾ ഈ പ്രിവിലേജ് കൊടുക്കുന്ന ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ കുറെ കേസസ് ഒക്കെ ഉണ്ടാവും. ഞാനത് പറയുന്നത് ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണ്. ഐ കാൻ ഡു ദാറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് കൊടുക്കുന്നവരോട് ഞാൻ ചോദിക്കും. പിന്നെ ക്രിയേറ്റേഴ്സിനോട് ഞാൻ ചോദിക്കും എന്തിനാണ് ചോദിച്ചു. ഞാനത് കൃത്യമായി ഞാൻ ലാൽ സാറിന്റെ എപ്പിസോഡിൽ എനിക്ക് ഫയറിംഗ് കിട്ടിയ എപ്പിസോഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഐ ആസ്ക്ഡ് ദം, യു ആർ ദർ ഇസ് എ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ 2 എപ്പിസോഡ്സ് അല്ലേ? സാറ്റർഡേ ആണ് 2 എപ്പിസോഡ് എടുക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ മൈക്ക് ഊരി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, കപ്പോട് നിങ്ങളൊക്കെ ഞാൻ പോകണം കിട്ടി എന്ന് ഞാൻ പറഞ്ഞു. വി ഹാഡ് ആൻ ആർഗ്യുമെന്റ് വിത്ത് ഓർഗനൈസേഴ്സ്. ഐ ഹാഡ് എന്താ പറയുക, ഒരു മീറ്റിംഗ് കൈൻഡ് ഓഫ് തിങ് ഇൻസൈഡ് ദ കൺഫെഷൻ റൂം. ദേ ട്രൈ ടു കൺവിൻസ് മീ. എന്നിട്ടാണ് ഞാൻ സെക്കൻഡ് എപ്പിസോഡ് ഇരുന്നത്. എന്നിട്ട് എന്നെ പെയിന്റ് ചെയ്യാൻ എനിക്ക് ട്രോഫി കൊണ്ടുവന്നത്. ബെസ്റ്റ് അഭിനേതാവ് സിബിൻ, സൂപ്പർ വണ്ടർഫുൾ. ഇതെപ്പോഴുള്ള സംഭവം എന്ന് പറയാം. അതായത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് സിബിൻ പിന്നെ മൈൻഡ് ഔട്ട് ആവുന്നത്. അതായത് ലാലേട്ടൻ ഒരുപാട് വഴക്ക് പറയും. അതിനുശേഷമാണ് സിബിൻ മൈൻഡ് ഔട്ട് ആവുകയും അതേ തുടർന്ന് ഈ പറയുന്ന പോലെ സിബിൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാസ്മിന് എതിരെ ഗെയിം കളിക്കരുത് എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞെന്ന് സിബിൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഏതായാലും കപ്പെടുത്ത് കൊടുറേ എന്നുള്ള രീതിയിൽ സിബിൻ പറഞ്ഞെന്ന്. സത്യം, കപ്പെടുത്ത് കൊടുറേ, ബാക്കിയുള്ളവർക്ക് മരുന്ന് കൊടുത്ത് തളർത്താതെ കപ്പെടുത്ത് കൊടുറേ. ഇത് തന്നെ എനിക്കും പറയാനുള്ള. ബാക്കി കേട്ട് നോക്കാം. ഇപ്പോഴും അതെ, ജിൻഡോയുടെ കണ്ടന്റ് എന്താ വെളിവിടാത്ത? ഇറ്റ്സ് അൺഫെയർ. ഇറ്റ് ഓൾമോസ്റ്റ് സീംസ് ലൈക്ക് അവരൊന്നും ചെയ്യുന്നില്ല അവിടെ, അങ്ങനെ തോന്നിപ്പിക്കാണ്. പക്ഷേ ലൈവ് ഉണ്ട്. റൈറ്റ്, അതാ പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞത് ഏത് മണ്ടന്മാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പ്രൊമോയിൽ ലാസ്റ്റ് ലാൽ സാറിന്റെ എപ്പിസോഡിൽ പ്രൊമോയിൽ ഒരു ടാസ്ക് നടക്കുമ്പോൾ കണ്ടസ്റ്റന്റ് 2 കൈ വെച്ച് കളിക്കുന്നുണ്ട്. അപ്പൊ ലാൽ സാർ പറയുന്നുണ്ട് 2 കൈ ഉപയോഗിക്കരുത്. അത് എപ്പിസോഡിൽ മുക്കി പൊട്ടന്മാരാണ് അവര് എഡിറ്റിംഗ് ടേബിൾ. അങ്ങനെ കുറെ പേര് ഇങ്ങനെ കമന്റ്സിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇത് ചെയ്ത്. ഞാൻ കണ്ടു ഐ സോ ഇറ്റ്. ഞാൻ 2 കൈ വെച്ച് അത് പ്രൊമോയിൽ അതിലും കാണാം. വളരെ എവിഡന്റ് ആണ്. എന്നിട്ട് പിന്നെ ഓ സൂപ്പർ, എന്തായിരുന്നു പെർഫോമൻസ്, വാങ്ങാൻ തൊലിയാണ്. ലാലേട്ടനെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആലോചിക്കുന്നത്. നമ്മുടെ ഇഷ്ടപ്പെട്ട നടനൊക്കെ ഇരുന്നിട്ട് സത്യം. ലാലേട്ടനെ കൊണ്ട്, ലാലേട്ടനൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ട് കുഞ്ഞുനാൾ മുതലേ കണ്ടുവരുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തിനെയൊക്കെ കൊണ്ടിട്ട് ഇമ്മാതിരി കോമാളി പരിപാടിയൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞ വിഷമമുണ്ട്, സീരിയസ്ലി. പിന്നെ ജിൻഡോയുടെ മാസീവായിട്ടുള്ള കണ്ടന്റ് ഒന്നും എപ്പിസോഡിൽ വരത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മുല്ലപ്പൂവിൻ്റെ ഒരു കേസ്, പ്രൊമോയിൽ 2 കൈ കൊണ്ട് മറ്റേ കട്ടേണ്ടല്ലോ, മറ്റേ ബോൾട്ട് പോലത്തെ സാധനം പറയുക അടുക്കുന്ന 2 കൈ കൊണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണാം. അക്ഷരത്തിലല്ല, വെണ്ടയ്ക്ക പിക്ചറിൽ കാണാം. അപ്പോൾ അത് എപ്പിസോഡിൽ വന്നപ്പോൾ ആ സാധനം മുക്കി. എന്തുപാട്. അതാണ് സിബിൻ പറഞ്ഞത്, എഡിറ്റർമാരെല്ലാം അവിടെ ഇരിക്കണമാർ പൊട്ടന്മാരാണ്. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെ ചോദിക്കാനുള്ളത്. നീയൊക്കെ നോക്കാതെ കാണാതെ എഡിറ്റ് ചെയ്തത്. ഇവിടെ ആൾക്കാർ മുക്കുമൂലം നോക്കിയാണ് ഇരിക്കുന്നത് ഊക്ക് തള്ളാൻ. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നീയൊക്കെ ഇങ്ങനെയാണ് നോക്കി എഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ നീയൊക്കെ കാരണം തന്നെ ഇവള് കുറേ കൂടി കയറിപ്പോവും. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് മുല്ലിസം കഷ്ടോടെ ഒരുത്തിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവന്മാരെ കരിവാരി തേച്ചും ബാക്കിയുള്ളവന്മാരെ കരിയർ നശിപ്പിച്ചും കൊണ്ടുള്ളൊരു പോക്ക് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ബാക്കിയൊക്കെ വോട്ടിംഗ് ഇസ് 100% ഫെയർ. ഇല്ല, അൺഫെയർ ആണ് വോട്ടിംഗ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ വോട്ടുള്ള ഒരാൾ അയാൾ എന്ന് ഔട്ട് ആക്കണ്ട. അപ്പൊ തന്നെ മോഹൻലാൽ സാറിനെ കൊണ്ട് പറയിപ്പിക്കും ഇന്ന് എലിമിനേഷൻ ഇല്ല. എന്ത് ഫെയർ ആണ്? അത് അൺഫെയർ അല്ലേ? പിന്നെ ഒരാളെ പുറത്ത് വിട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഡബിൾ എവിക്ഷൻ വെക്കും. താഴെയുള്ള 2 പേരെ അടിച്ച് പുറത്തളയും. ചിലപ്പോൾ അയാൾക്ക് ഒരാളെ കളയിരിക്കും, പക്ഷെ അയാൾ എന്തോ സെക്കൻഡ് ലാസ്റ്റ് ആയി പോയി. അങ്ങനെ നിരക്ഷപ്പെടുന്നത് 2 പേര് ഔട്ട് പോകും. ക്രിയേറ്റീവ് ടീം അൺഫെയർ, 100% അൺഫെയർ. ഇപ്പൊ സിബിനൂടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് വരെ അൺഫെയർ ആണ്. അതിലൊരു കാര്യം പറയാം, അൻസിബയൊക്കെ പുറത്തായത് എനിക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് ഈ അൻസിബ പോലെയൊന്നും അല്ലല്ലോ. ക്വാളിറ്റി ഇല്ലാത്ത ഈ മുല്ലപ്പൂവൊക്കെ എങ്ങനെ അതിൻ്റെ അകത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടായിപ്പാ. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും അതിൽ പറയാനില്ല. അല്ലാതെ ക്വാളിറ്റി ഇല്ലാത്ത ഈ മുല്ലപ്പൂവൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് അവിടെ നിൽക്കുന്നത്? അൻസിബയൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ലേഡി എന്നാണ് തോന്നുന്നത്. അൻസിബയൊക്കെയാണ് അവിടെ നിൽക്കേണ്ടത്.
ഈ ക്വാളിറ്റി ഇല്ലാത്ത ഇതൊക്കെയാണ് ഇവിടെ കയറി നിൽക്കുന്നത്. അപ്പം മുല്ലപ്പൂവിനെ സേഫ് ആക്കിക്കൊണ്ടുള്ള മൊത്തം കളിയാണ് നടക്കുന്നത്. അത് ഏതൊരു മലയാളിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാം മുല്ലപ്പൂവിന് വേണ്ടി മുല്ലപ്പൂ ഉയിർ ബാക്കിയെല്ലാം തൈര് എന്നുള്ള രീതിയിലാണ് സാധനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടിയിട്ടുണ്ട്. 3-4 പോയിന്റ് തന്നെ സിബിൻ പറയുന്ന കൊടുത്തപ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ഇതിലൊന്ന് കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മുൻകാല സീസണിലെ കണ്ടസ്റ്റൻ്റായ ഡോക്ടർ രജിത് കുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ കുറച്ച് 2 കട്ടേ കൊടുക്കുന്നുള്ളൂ. അത് രണ്ടും നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. സത്യം പറയാമല്ലോ, അവസ്ഥയുടെ എടോ, ഞാൻ ഒരു കാര്യം സീരീസിൽ ആദ്യം ഒന്ന് ചോദിക്കട്ടെ. ഈ മുല്ലപ്പൂവിനെ ഇത്രമാത്രം ഫേവറൈസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താണ് നടന്നത്? എന്തുവാടേ മുല്ലപ്പൂ? ആരാ ഈ മുല്ലപ്പൂ? എന്താ ഇത് കാണുന്നേ? എന്താ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? ഡോക്ടർ രജിത് കുമാർ പറയുന്നേക്കാം. കാരണം ജനത്തിനെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് നോക്കാം. സീസൺ 1, 2, 3, 4, 5 എല്ലാം എടുത്തു. നെഗറ്റീവ് അടിച്ചവരൊന്നും പിന്നെ രക്ഷപ്പെട്ടിട്ടേ ഇല്ല. അതൊരു ഭയങ്കര സംഭവമായിട്ടുള്ള സാധനമാണ്. വെളിയിൽ നിന്ന് പോസിറ്റീവ് അടിക്കും. ഇപ്പോൾ തന്നെ കുറേ പേര് വീഡിയോ ഇടുന്നല്ലോ, അവർക്കൊക്കെ നെഗറ്റീവ് അടിച്ചതിൻ്റെ സംഭവങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ നെഗറ്റീവ് അടിച്ച് കഴിഞ്ഞാൽ റോഹൻ പോകുമ്പോഴും ശ്രദ്ധിച്ചോണ്ട കാര്യമാണ്. അതാണ് ഇവിടെ കുറേ പേര് ബ്രേക്ക് പിടിച്ചിരിക്കുന്നത്. കാരണം നെഗറ്റീവ് അടിച്ചാൽ പിന്നെ ലൈഫ് ലോങ് നെഗറ്റീവാണ്, ജനങ്ങൾ എടുക്കില്ല. വൺസ് പൊതുബോധത്തിൽ പബ്ലിക്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് ഷോയിൽ ജനങ്ങൾ നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി എത്ര കുളിച്ച് വൃത്തിയായാലും ശരി, ഇനിയിപ്പോൾ ഇവിടുത്തെ സ്ട്രാറ്റജിയിൽ മാറും. മലയാളത്തിലൊരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു പക്ഷേ അത്രത്തോളം എടുത്തു പറയുന്ന കാര്യമാണ് ഈ വെറുപ്പിന്റെ അവസാനം എങ്കിൽ ഈ വെറുപ്പും മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. വെറുത്ത് അവസാനം മരിച്ച സ്നേഹം കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷെ ചിലരെ സംബന്ധിച്ച് വെറുത്ത് അറപ്പിലായി തീരുന്നൊരു സംഭവമുണ്ട്. വെറുത്ത് അറപ്പിലാവും. അതാണ് ചിലർ പൊക്കോണ്ടിരിക്കുന്നത്. അവർ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പൊളിച്ചെടുക്കാനും നല്ല പോകുന്നത്, ഞാൻ ചെന്ന് അവരെ രക്ഷിക്കാനേ പോകുന്നുള്ളൂ. അത് എൻ്റെതായ രീതിയിലുള്ള സ്ട്രാറ്റജി. കഴിഞ്ഞ സീസണിൽ അറിയില്ല, ചലഞ്ചറായിട്ട് പോയിട്ട് ഞാൻ പലയിടത്തും പോയിട്ട് ഇൻഡയറക്റ്റ് വാണിംഗ് കൊടുത്തു. നിങ്ങൾ ഇവിടെ നിന്ന് പൊടിക്ക് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും, ഇവിടെ നിന്ന് കൂട്ടുന്നത് നല്ലതായിരിക്കും, ഇങ്ങനെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ചെന്ന് കയറി എന്നെ എന്ത് ചെയ്തു? സംശയിച്ചു തന്നല്ലോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള പലരുടെ അവസ്ഥ എന്താണ്? അപ്പം ഞാൻ ചെല്ലേണ്ടി വന്നാൽ, അങ്ങനെ സംഭവം ഇല്ല, പക്ഷേ ചെല്ലേണ്ടി വന്നാൽ ഒരിക്കലും ജാസ്മിനോ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനോ അല്ലെങ്കിൽ ജിൻഡോയ്ക്കോ നോറയ്ക്കോ അവർക്കൊന്നും എതിരെയല്ല. ഞാൻ ഇവരുടെ എല്ലാം വേണ്ടാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് വേണമെന്നുള്ള സാധനങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കി ഏതെങ്കിലും നെഗറ്റീവ് സാധനങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ കട്ട് ചെയ്ത് ബെസ്റ്റ് ആക്കി എടുത്തിട്ട് ആ ഷോയെ ഏറ്റവും കുറച്ചുകൂടെ ഗുണപരമാക്കി ഇവർക്ക് പുറത്തിറങ്ങിയാൽ ദോഷം ഉണ്ടാകാത്ത രീതിയിൽ മാറ്റിയെടുത്ത് അത് എൻ്റെതായ ഒരു ലെവലിലേക്ക് ഗുണപരമായി മാറ്റാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. ഒരിക്കലും നശിപ്പിക്കാനായിട്ട് ഞാൻ ഓക്കെ. അപ്പോൾ വാട്ടവർ, ഈ നെഗറ്റീവ് ഫെയിം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ മുല്ലപ്പൂ ആയാലും അതിൻ്റെ അകത്ത് നിൽക്കുന്നു, ഈ പറഞ്ഞതുപോലെ കുറച്ച് കാശ് കിട്ടും. നെഗറ്റീവ് ഫെയിം, ഈ നെഗറ്റീവ് ഫെയിം കൊണ്ട് ഒരു ഗുണവുമില്ല. ഈ കുറച്ച് കാശ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനിടേ? കാശൊക്കെ നമുക്ക് പട്ടിയെ പോലെ പണിയെടുത്താലും ഉണ്ടാക്കാം, അത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ നെഗറ്റീവ് ഫെയിം ജനങ്ങളുടെ മനസ്സിലെ വെറുപ്പും പിടിച്ചു വെച്ചിട്ട് ഇവളൊരു പബ്ലിക് പ്ലേസിലൂടെ നടക്കുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ വെറുപ്പ് എല്ലാം നെഞ്ചത്ത് വാങ്ങി വെച്ചും കൊണ്ട് ഈ വെറുത്ത് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും ഇവളുടെ കാര്യത്തിൽ വെറുത്ത് അറം പറ്റിയ വെറുപ്പായി പോയി. മനസ്സിലാ, ഒറ്റ ആൾക്ക് പിടിക്കില്ല കണ്ണിന് നേരെ. കാരണം അമ്മാതിരി ക്യാരക്ടറില്ലായ്മയാണ് കാണിക്കുന്നത്. ഇന്നലെ തന്നെ കണ്ടില്ല ജിൻഡോരോടൊക്കെ സംസാരം ജനങ്ങൾ കൂടുതൽ വെറുത്ത് കൊണ്ടിരിക്കണം. ഓരോ ദിവസം കൂടുന്നോളും വെറുത്ത് പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കണം ഓരോ ദിവസം തോറും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലെവൽ വന്ന് കിടന്ന് ഈ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ നെഗറ്റീവ് ഫെയിം നേടിയിട്ട് എന്ത് കോക്കനട്ടിനാണ്? എനിക്കറിയാൻ പാടില്ലാത്തതുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് കപ്പൊക്കെ കൊടുത്ത് ആ ഒരു സാധനമൊക്കെ കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ജനങ്ങളുടെ മനസ്സ്, ഓരോ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മനസ്സുകൾ വെറുപ്പ് മാത്രമേ ഉള്ളൂ ഇവൾക്ക് കിട്ടുന്ന സമ്മാനം. മനസ്സിലായോ? അങ്ങനെ ഒരു സ്ഥിതിക്ക് ഇതൊന്നും കൊണ്ട് നടന്നിട്ടൊരു കാര്യമില്ലടേ. ഇങ്ങനെ എന്തിനാണ് വെറുപ്പ് സമ്പാദിച്ച് വെച്ചിട്ട് സ്വന്തം ജീവിതം, സ്വന്തം കരിയർ നശിപ്പിച്ചുകൊണ്ട് ഈ നെഗറ്റീവ് ഫെയിമും കൊണ്ട് പുറത്തിറങ്ങിയ ശേഷം ഇവൾ വിചാരിക്കുന്ന പോലെ ഇവൾക്ക് ഇനി ആ ഒരു ഇറങ്ങുന്ന ടൈമിൽ കുറച്ചിങ്ങനെ നിൽക്കും, നെഗറ്റിവിറ്റി നിറഞ്ഞ് ആൾക്കാർ കുറ്റം പറയും, ഇവൾ ഇടുന്ന വീഡിയോസ് പോയി കാണും, അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും. അല്ലാണ്ട് ഒരു കുറച്ചൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കത്തില്ല. മനസ്സിലായോ? ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കത്തില്ല. ഇങ്ങനെ ഒരുമാതിരി ഇത്രയും മോശമായ രീതിയിൽ നേടിയ ഫെയിം പിന്നെ ഒരു ഉപയോഗമില്ലാതെ പോയി പോകും. സ്വയമേ അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ല. എങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തുവോ അവൻ്റെ മെക്കിട്ട് കയറി ഇടിച്ചു കയറും. ഇതാണ് അവസ്ഥ. അനുഭവിക്കട്ടെ, അനുഭവിച്ച് ഇതൊക്കെ പഠിക്കും. ചിലത് അങ്ങനെയാ. രണ്ടാമത്തെ ദിവസം തോന്നുമെങ്കിൽ പാല പച്ചമടൽ നടിയിട്ടാൻ്റെ കുറവാണ്. ആ പച്ചമടൽ നടിയിട്ടണം. അന്ന് ആദ്യം എവിടെ തുടങ്ങും? ഈ പ്രണയം ഡിവൈനാണ്, അതറിയാം. അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഭൂതിയാണ്. കണ്ട ഉടനെ പ്രണയം തോന്നിയപ്പോൾ ഞാൻ സുന്ദരനാണ്, സ്മാർട്ടാണ്, ആരോഗ്യവാനാണ്, നല്ല ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ നിന്നെ കുറെ പറഞ്ഞു കഴിയുമ്പോൾ കുറെ പറയുമ്പോഴത്തേക്ക് നീ അല്ലെങ്കിൽ വേറെ കണ്ടോണ്ടിരിക്കുന്ന ഇങ്ങേര് മറ്റതാണെന്ന് തോന്നുന്നു കേട്ടോ, ഗേ ആണോ, ഇങ്ങേര് ഒലിപ്പീര് തുടങ്ങി മറ്റൊരു. ഇതാണ് നമ്മൾ കുറെ പേരുണ്ടാക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ചെയ്താൽ അത് ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് തോന്നും ഇങ്ങനെ വന്ന ആ ജനങ്ങളുടെ മനസ്സും പൾസും അറിഞ്ഞിട്ട് ഗെയിം കളിക്കാൻ കഴിയുന്നവനാണ് ബ്രില്യൻറ്റ് പ്ലെയർ എന്ന് പറയുന്നത്.
മനസ്സിലായോ? ഇല്ലെങ്കിൽ ചുമ്മാ പോയി കളിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തിറങ്ങും. പിന്നെ പണം കിട്ടും, കുറച്ച് പണവും കുറച്ച് പ്രശസ്തിയും വെച്ചാണ് കുറേ പേര് പോകുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? കംപ്ലീറ്റ് ചീറ്റി പോകും. ഈ പണം കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവാതെ പോകും. ആലോചിച്ച് നോക്ക്. നമ്മുടെ പൊതുബോധവും പബ്ലിക് ജനങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എന്തും ചെയ്യാൻ. ഞാൻ ചാനൽ ചർച്ച നടത്തിയിരുന്ന പറഞ്ഞ അതേ സ്റ്റാൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതെ, അറ്റ് ലാസ്റ്റ് എവറിത്തിങ് അണ്ടർ ഗോസ് ഇൻ ദ കൺട്രോൾ ഓഫ് ജനങ്ങൾ, അത്രയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാം ദിവസം പ്രണയം തുടങ്ങി ഈ പ്രണയം പച്ച മടൽ വെട്ടി അടിക്കണമെന്നാണ് ഇങ്ങേര് പറയുന്നത്. വളരെ കറക്റ്റാണ്. ആ ഒരൊറ്റ പോയിന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ, ഈ ഇങ്ങേരുടെ ക്ലിപ്പ് ഞാൻ എടുത്തത്. 4-ാം ദിവസം പ്രണയം തുടങ്ങി, കണ്ടുമുട്ടി, എന്നിട്ട് കൈയിട്ട് കാണിക്കണം. അതൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ കാണിക്കുന്നുണ്ട്. കൈയിട്ട് കാണിക്കുന്നു. വളരെ മോശമായ ഒരു സാധനം. ഇതിനെയൊക്കെ മടൽ വെട്ടി അല്ല അടിക്കേണ്ടത്. കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായോ? എന്തായാലും നെഗറ്റീവ് ഫെയിം അല്ലേ, വച്ച് പുകഴ്ത്തി വാഴ്ന്ന് ഒരു പരുവത്തിലെത്തിക്കോ. എന്തായാലും സിബിൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലേ. കപ്പെടുത്ത് കൊടുക്കണം, കൊടുത്തു വിടുറോ, ജനങ്ങളായിട്ട് പറ്റിക്കാതെ. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമാരൊന്നും ഇപ്പം മണ്ടന്മാരൊന്നും അല്ല. നമുക്ക് കറക്റ്റായ കൃത്യമായ ബോധത്തോടെയാണ് നമ്മളിപ്പോൾ ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. പണ്ട് കുറേ ആൾക്കാരൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കും. ഇനി അതുപോലെ ഒന്നും നടക്കത്തില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.